നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. റോഡ് സുരക്ഷയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇറ്റലിയിലെ മോട്ടോർ സൈക്ലിംഗ് ഫെഡറേഷനിലെ അംഗങ്ങളുമായി വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസിസ് പാപ്പ നൽകിയ ക്രിസ്ത്യ സന്ദേശത്തിൽ ഫെഡറേഷൻ അംഗങ്ങൾ സമൂഹത്തിന് നൽകുന്ന സുരക്ഷയുടെ ആഹ്വാനങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചു. കായിക ഇനം എന്ന നിലയിൽ ദേശീയമായി മാറ്റുരയ്ക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിനും ഫെഡറേഷൻ അംഗങ്ങൾ വഹിക്കുന്ന ചുമതലകൾ എടുത്തു പറഞ്ഞ പാപ്പ ഈ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനും റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നതിൽ സ്വയവബോധം വളർത്തുന്നതിനുള്ള കടമകളും അടിവരയിട്ട് പറഞ്ഞു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ യുക്രൈൻ സന്ദർശിക്കാൻ സ്വാഗതം ചെയ്ത യുക്രൈനിയൻ ആർച്ച് ബിഷപ്പ് EWTN ന്യൂസ് ഇൻ ഡെപ്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഫിലാഡൽഫിയയിലെ യുക്രൈൻ കത്തോലിക്ക രൂപത ആർച്ച് ബിഷപ്പ് ബോറിസ് ഗുഡ്സിയാക് ട്രംപിനെ നേരിട്ട് സ്വാഗതം ചെയ്തതായി അറിയിച്ചത്. ഒക്ടോബർ 17 നടന്ന അത്താഴ വിരുന്നിൽ ട്രംപുമായി ഹ്രസ്വ സംഭാഷണം നടത്തിയതായും ഇലക്ഷൻ ഫലം അറിഞ്ഞതിനു ശേഷം ട്രംപിനെ വിഷയം ചൂണ്ടിക്കാട്ടി കത്തെഴുതിയെന്നും ആർച്ച് ബിഷപ്പ് വെളിപ്പെടുത്തി. യുദ്ധത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും വരാനിരിക്കുന്ന ആഗമന ക്രിസ്മസ് കാലത്ത് ക്രിസ്തീയ പ്രത്യാശയുടെ പരസ്യമായ അടയാളങ്ങൾ നൽകിക്കൊണ്ട് കർത്താവിന്റെ ജനനത്തിന്റെ അനുസ്മരണം ആചരിക്കുവാൻ വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവരോട് ആഹ്വാനവുമായി ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീറ്റ് ആഗമന ക്രിസ്മസ് കാലത്ത് പൂർണ്ണമായി അനുസ്മരിക്കാൻ ഞങ്ങൾ വിവിധ സഭകളെയും ആളുകളെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾ സഹിക്കുന്ന കഠിനമായ കഷ്ടതകളുടെ സാഹചര്യം പരിഗണിച്ച് ദയയും ദാനധർമ്മങ്ങളും കൊണ്ട് അവരെ സമീപിക്കണമെന്നും പാത്രിയാർക്കേറ്റ് ആഹ്വാനം നൽകി. 20-ാം നൂറ്റാണ്ടിലെ ആദ്യ വിയറ്റ്നാമിസ് രക്തസാക്ഷി ഫാദർ ഫ്രാൻസിസ് സേവിയർ ബൂണ്ടബൂഡപ്പ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. ഒന്നാം വിയറ്റ്നാം യുദ്ധത്തിൽ ക്രൈസ്തവ വിശ്വാസത്തോടുള്ള വിദ്വേഷം നിമിത്തം കൊല്ലപ്പെട്ട രൂപതാ വൈദികനാണ് ഫാദർ ഫ്രാൻസിസ് സേവിയർ. 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ യുദ്ധങ്ങൾക്കും പീഡനങ്ങൾക്കുമിടയിലാണ് വിയറ്റ്നാമിൽ വിശ്വാസം ശക്തി പ്രാപിച്ചത്. 18-19 നൂറ്റാണ്ടുകളിൽ ഈ നാട്ടിൽ സഭ നിരവധി പീഡനങ്ങൾക്ക് ഇരയായി. 1990-ൽ വിയറ്റ്നാമിൽ നിന്നുള്ള ആൻഡ്രിയ ഡങ് ലാക്കിനെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ജൈനമതവും കത്തോലിക്ക സഭയും തമ്മിൽ നടത്തുന്ന മതസൗഹാർദ്ദ ചർച്ചകളുടെ ഭാഗമായി വത്തിക്കാനിലെത്തിയ അന്താരാഷ്ട്ര ജൈനമത പ്രതിനിധി സംഘവുമായി ഫ്രാൻസിസ് പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ മതസൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയിലും സംഘം സന്ദർശിച്ച് ചർച്ചകൾ നടത്തും. വർത്തമാന കാലഘട്ടത്തിൽ ദരിദ്രരെയും സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളെയും പരിപാലിക്കുന്നതിനെ ജൈനമതം പ്രതിബദ്ധതയോടെ നടത്തുന്ന സേവനങ്ങളെ പാപ്പ പ്രത്യേകം അടിവരയിടുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.